സ്പൈനൽ കോഡും ബ്രെയിനും ഉള്ള നെർവസ് സിസ്റ്റത്തിലെ സ്പെഷ്യലൈസ്ഡ് സെൽസാണ് ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് ആണ് ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും മെസ്സേജസ് കൊടുക്കുന്നതും ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജസിനെ റിസീവ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും ന്യൂറോൺസ് ആണ്. ദെൻ വാട്ട് ഈസ് നെർവ് ഇമ്പൾസ്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ദാറ്റ് ദ ന്യൂറോൺ കണ്ടക്ട്സ്. ന്യൂറോൺ അതിൻ്റെ സെല്ലിലൂടെ പാസ് ചെയ്യിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെയാണ് നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. ഈ സെല്ലിൻ്റെ മെംബ്രെയിനെ, ഇതിൻ്റെ ഈ തൊലിയെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ, നമ്മുടെ ന്യൂറോൺസിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഡബിൾ ലെയേർഡാണ്. 2 ലെയർ കാണുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല അത് സെമി പെർമിയബിളാണ്. അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കും അയോൺസിനും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിനാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതുപോലെ തന്നെ നെർവ് ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യാനും ഇലക്ട്രോൺസിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനും പറ്റുന്ന ഒരു മെംബ്രെയിനാണ് നമ്മുടെ ന്യൂറോൺസിലെ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ.